കളമശ്ശേരി കുസാറ്റ് അൽ ഹുദ മദ്രസയിൽ പുതിയ അധ്യയന വർഷത്തെ കൊച്ചു കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നതിനായി വരവേൽപ്പ് 2025 സംഘടിപ്പിച്ചു. അൽഹുദ മദ്രസയിലെ പുതിയ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെയും വരവേൽപ്പ് 2025ൻ്റെയും ഉദ്ഘാടനം അൽഹുദ ട്രസ്റ്റ് ചെയർമാൻ എൻ.എ. മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. തീർച്ചയായിട്ടും ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് ഒരു ആവശ്യകതയാണ്. അതിൽ ഇന്നത്തെ കാലത്ത് ഈ ആത്മീയതയിൽ നിന്ന് വിട്ടുകൊണ്ട് മറ്റുള്ളതിന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് മൂല്യച്യുതിയുടെ നമ്മുടെ സമുദായത്തിൽ തന്നെ അത്തരത്തിലുള്ള വലിയ മൂല്യച്യുതിയുടെ പലതും ഇപ്പോൾ ഡ്രഗ്സ് അടക്കമുള്ള പല പേരുകളും വരുമ്പോൾ പത്രങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ പേരുകൾ കാണാം. അപ്പോൾ പേരുകൾ കൊണ്ട് ഒരാൾ മുസ്ലിം ആവുന്നില്ല. ഒരാൾ മുസ്ലിം ആകുന്നത് ഏതുപോലെയാണെങ്കിൽ ഒരു ഡോക്ടർ മകൻ ഡോക്ടറാവില്ല, അവൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യും മാത്രമേ ഡോക്ടറാവുള്ളൂ. എഞ്ചിനീയർ ആണെങ്കിൽ എന്ന പോലെ ഒരു മുസ്ലിം ആവണമെങ്കിൽ അവൻ പേരുകൊണ്ടാവില്ല, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുകൊണ്ടാവില്ല. അവൻ തീർച്ചയായും അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവൻ മുസ്ലിം എന്ന് പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും തുടക്കമിട്ടാൽ തീർച്ചയായും അതൊരു സമൂഹത്തിന് തന്നെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. അതിലേക്കാവട്ടെ നമ്മുടെ എല്ലാവരും പ്രവർത്തനങ്ങളിൽ മാത്രം കണ്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെലുത്തുന്നു. മുഹമ്മദ് ഫൈസാന്റെ ഖിറാഅത്തോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ സദർ മുദരിസ് അബ്ദുൽ സലാം മൗലവി അധ്യക്ഷത വഹിച്ചു. മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജ്ഞാനം അതാണ്. നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് വിടാൻ പലപ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുറകെ പോകുമ്പോൾ മദ്രസ പഠനത്തിന്റെ താല്പര്യം കാണിക്കാത്ത ആളുകളുണ്ട്. നമ്മൾ അതിനൊക്കെ തുറന്നു വിടുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ഒരു വേള നമ്മളെ തന്നെ തിരിച്ചറിയാൻ ഇത് ഉമ്മയാണ്, ഇത് വാപ്പയാണ്, നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയോട് എനിക്കൊരുപാട് ഉത്തരവാദിത്വമുണ്ട്. അനിഷ്കുറുലി ജൊലിവാലിതയ്ക്ക്, അതെ നീ എന്നോട് നന്ദി കാണിക്കണം, അള്ളാനോട് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇലയൽ മസീർ, അല്ലെങ്കിൽ നീ മടങ്ങി വരുന്നത് എന്റെ അടുക്കലേക്കാണട്ടോ എന്നൊരു പരലോക ചിന്ത നമ്മുടെ മക്കൾക്ക് നൽകാൻ സാധിച്ചാലുണ്ടല്ലോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് സമാധാനത്തോടുകൂടി നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ആശ്വസിപ്പിക്കാം. ലഹരിക്കെതിരെയുള്ള നെയിം സ്ലിപ്പ് വിതരണോദ്ഘാടനം PTA പ്രസിഡന്റ് അബ്ദുൽ സമീറും സമ്മാനദാനം നിസാർ PKയും നിർവഹിച്ചു. മദ്രസയിൽ നിന്നും ഉന്നത വിജയം നേടിയ ഹാദി ബിൻ അൽത്താഫ്, ആസിഫ് EA, നൈറ നിസാർ, അംന റജ എന്നീ കുട്ടികൾക്ക് ട്രോഫിയും ഉപഹാരങ്ങളും നൽകി. KNM വിദ്യാഭ്യാസ ബോർഡിൻ്റെ കേന്ദ്ര പരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ റിസ്വാൻ ബിൻ റസാഖിന് ട്രോഫിയും ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും നൽകി. മദ്രസ വിദ്യാർത്ഥി ഹിഷാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകൻ ഇത്തിഹാദ് സലഫി ഉത്ബോധന പ്രസംഗം നടത്തി. വിദ്യാഭ്യാസത്തിലേക്ക് ഉയരുമ്പോഴും മതപരമായ ദീനീ സംരംഭങ്ങളിലേക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. രക്ഷിതാക്കളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, മദ്രസ എന്ന് പറയുന്നത് മാർക്ക് വാങ്ങി ടോപ്പ് A+ വാങ്ങി പോകാനുള്ളതല്ല. അത് അതിന്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ജീവിതത്തിൽ മദ്രസയിൽ പഠിക്കുന്ന ഓരോന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അതിനെ മാതാപിതാക്കൾ മുമ്പിൽ മാതൃകയായി, മക്കൾക്ക് മുമ്പിൽ മാതൃകയായി മുന്നിൽ നടക്കണം. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ്, ട്രഷറർ VH സലീം, PTA മുൻ കമ്മിറ്റി അംഗം ഷമീർ KM, കമ്മിറ്റി അംഗം ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് മിഠായികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രഭാത ഭക്ഷണത്തോടെ ചടങ്ങ് അവസാനിച്ചു.
ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.